Afternoon all. Good afternoon, Miss. Good afternoon, Miss. Good Good afternoon, ma'am. afternoon. Good afternoon, Miss. Good afternoon. Prayer പറഞ്ഞോട്ടാ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവതും നിന്ദാനം, സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ, മഞ്ഞിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ. സായനൊക്കെ ദിവസത്തെ പറയുന്നു. ഞാൻ പറയാം. Good afternoon, respected facilitator and my dear friends. A warm welcome to today's session. It's wonderful to see everyone stand in with so much energy. Let's make today's learning a great experience together. Welcome to the class. Signing. ഞാൻ പറയാം. Why always girls want to understand everyone and they also need someone to understand them and try hard to tell them not go. ആദ്യം പറയുമ്പോ ബ്രേക്ക് ആയി ഓക്കെ ഇടാം, കുഴപ്പമില്ല കേട്ടോ കേൾക്കാൻ. വെൽക്കം ടു ഓൾ ടു അവർ ന്യൂ സെഷൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? സോഷ്യൽ ഡെവലപ്മെന്റ് നമ്മൾ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആക്കി. ഇനി സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ഇൻഫാൻസി അതെടുക്കുള്ളത്. സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ഇൻഫാൻസി. രണ്ട് വർക്ക് തന്നായിരുന്നു എന്ന് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ബട്ടൺ ഫ്രെയിമും ഷൂ ഫ്രെയിമും. എല്ലാരും ചെയ്തിട്ട് പേര് മെസ്സേജ് ആയിട്ട് അയക്കോ? പേര് മെസ്സേജ് ആയിട്ട് സോജി പേരയക്കാൻ എല്ലാവരും മെസ്സേജ് ആയിട്ട് ഞാൻ ഓർഡർ വിളിക്കാം. സോജി പ്രസ് ചെയ്തോടാ.
സോജി യെസ് മാം, എനിക്ക് ബാക്ക് ആയി പോയിരുന്നു മാം. അത് കേടാ പ്രസന്റ് ചെയ്തോട്ടെ മാം. ചെയ്തോടാം. ഷൂലേസിന്റെ ഓക്കെ, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് കേട്ടോ. രണ്ടെണ്ണം ചെയ്യണ്ടായിരുന്നു മാം. രണ്ടെണ്ണം ചെയ്തു. ഓക്കേടാ. ഓക്കെ. പിന്നെ ബട്ടൺ ഫ്രെയിമിൻ്റെത് ചെയ്തു. കാർഡ്ബോർഡ് തന്നെയാണോ? കാർഡ്ബോർഡ് ആണ് മാം. പക്ഷെ എനിക്കിത് ഞാൻ പെൻസിൽ വെച്ചിട്ട് ചെയ്തിരിക്കും. അപ്പൊ എനിക്കിത് ഊരിയിട്ട് അടുത്ത ഫ്രെയിം അറ്റാച്ച് ചെയ്യാം. രണ്ടിടത്തും പെൻസിലാ ചെയ്തേക്കുന്നത്. പെൻസിൽ വെച്ചിരിക്കും. പെൻസിൽ രണ്ട് സൈഡും ഷാർപ്പ് ചെയ്തു. രണ്ട് സൈഡും ഷാർപ്പ് ചെയ്തിട്ട് കുത്തി വെച്ചു. നല്ല ഐഡിയ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഐഡിയ കേൾക്കണം. ഞാൻ എന്ത് കുത്തി വെക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പം ഫ്രണ്ടിൽ പെൻസിൽ കണ്ടപ്പോ പിന്നെ അതൊന്ന് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. എന്തായാലും അത് റെഡിയായി. ഇതാകുമ്പോ അടുത്തതും കൂടെ എനിക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാമല്ലോ. താങ്ക് യു മാം. നല്ല തോന്നുന്നുണ്ട്. പക്ഷെ ഓക്കെ, നന്നായിട്ട് തോന്നുന്നുണ്ട്. താങ്ക് യു മാം. ആതിര 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 നീ മാം കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഓക്കെ, കാണാട്ടോ. ഫ്രെയിം ആണോ എടുത്തത്? ഫോട്ടോ ഫ്രെയിം? ഫ്രെയിം എടുത്തത്. ഓക്കെ, നന്നായിട്ട് ഫോട്ടോ ഫ്രെയിം ആണ്. നല്ല ഓക്കെ. ഇത് ഷൂ. ഓക്കേടാ. ഷൂ ഇവിടെ കട്ട് ചെയ്യണോ മാം? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഓക്കെ. നല്ല രസമുണ്ട്. നല്ല കളറൊക്കെ ചെയ്ത് നല്ല ഡിസൈൻ. ഓക്കെ. താങ്ക് യു മാം. ഓക്കേടാ. പ്രസന്റ് ചെയ്തോടാ. ഓക്കെ. അതെങ്ങനെ ഫ്രെയിം ആണോ? അത് വുഡാണ്. ആണോ? ഓക്കെ. അതും വുഡാണോ? അതല്ല, കാർഡ്ബോർഡ്. ഫ്രെയിം വുഡ് ആണോ? ഓക്കെ. ഇത് ആര് ചെയ്തു? എന്റെ ഹസ്ബൻഡ് ആശാരിയാണ്, കാർപ്പന്റർ ആണ്. ആണോ? ഓക്കെ. വരുന്ന മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ചെയ്യിക്കാം. 10 ഫ്രെയിം ഉണ്ടാക്കി കൊണ്ടുവരാനേ. നന്നായിട്ടുണ്ട്. ഇനി വുഡിന്റെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. 2 ഫ്രെയിം ചെയ്തിട്ടുണ്ടല്ലോ. ഇത് മതിയാവൂ കേട്ടോ. ബാക്കി റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. ഒരു ഫ്രെയിമിൽ തന്നെ ബാക്കിയുള്ള മെറ്റീരിയൽസ് ഇടാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ചെയ്താലും മതി. ഇല്ല, വുഡ് അവൈലബിൾ ആണെങ്കിൽ ചെയ്തോ. ഉണ്ടാക്കി കൊടുന്നു ഞാന്. 10 ഇനി വേണ്ടി വരും പറഞ്ഞപ്പോ ചെയ്തല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കേടാ. സമയം പോലെ അങ്ങനെ ചെയ്യിപ്പിച്ചോട്ടാ. ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നിങ്ങൾ ഈ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടി ഉണ്ട്. ഞാൻ ഈ ക്ലാസ്സിൽ ഇപ്പൊ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനൊരു 1:30 മുമ്പ് 1:25 ഒക്കെ ആയപ്പോ എനിക്കൊരു മെസ്സേജ് വന്നു. നമ്മളുടെ ബാച്ചില് 50-60 പാസ് ഔട്ട് ആയ ഒരു കുട്ടിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനുമോൾ എന്നാണ് ആളുടെ പേര്. ആളെനിക്ക് മെസ്സേജ് അയച്ചത്, മെസ്സേജ് ഞാൻ ഇന്റർവ്യൂവിന് പോയി. ഇന്റർവ്യൂവിന്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വളരെ പ്ലാറ്റ്ഫോം ചെയ്യണം. ഇന്റർവ്യൂവിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോയിട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ആളെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വിഷയങ്ങളിൽ നമ്മളുടെ റെക്കോർഡ്സ് ഉണ്ടല്ലോ, 5 റെക്കോർഡും പിന്നെ അവൈലബിൾ ആയിട്ട് നമ്മൾ ചെയ്ത കുറച്ച് മെറ്റീരിയൽസ് വെച്ചാൽ ഇപ്പൊ ഫ്രെയിമുകള്, പിങ്ക് ടവറ്, കുറച്ച് മെറ്റീരിയൽസ് ആൾക്ക് ഇഷ്ടമായ കളർ ടാബ്ലറ്റ്സ്, അങ്ങനെ കുറച്ച് ഇഷ്ടമായ മെറ്റീരിയൽസ്, കുറച്ച് ചാർട്ടൊക്കെ കൂടി ആയിട്ടാണ് ആൾ ഇന്റർവ്യൂവിന് പോയത്. ആള് പിന്നെ മെസ്സേജ് അയച്ചത് പറഞ്ഞത്, മെസ്സേജ് ഞാൻ സെലക്ടഡ് ആയി, ഈ ഒരു വീക്ക് ട്രെയിനിങ് പോലെ വന്നോളാനും നെക്സ്റ്റ് മൺഡേ മുതൽ ജോയിൻ ചെയ്തോളാനോട് പറഞ്ഞത്. അപ്പോ ആ കുട്ടി ടെൻഷനൊക്കെ അടിച്ച് കിട്ടും, ഉറപ്പൊന്നുമില്ല. അപ്പൊ ടെൻഷനൊക്കെ അടിച്ച് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ടെൻഷനൊന്നും അടിക്കേണ്ട, മോനൊരു കാര്യം ചെയ്യും, നമ്മൾ ചെയ്ത മെറ്റീരിയൽസ് കേട്ട് പൊക്കോ. ഇപ്പൊ മെസ്സേജ് അയച്ചപ്പോ പറഞ്ഞതാ. ഞാൻ പ്രിൻസിപ്പാളിന് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോ മെറ്റീരിയൽസിനെ കുറിച്ച് ചോദിച്ചു, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് ചോദിച്ചു, ഇതേപോലെ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ്
എന്തൊരു എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ഈ മെറ്റീരിയൽസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരത്തേക്ക് പറഞ്ഞു ഓരോ മെറ്റീരിയൽസ് എടുത്ത് കാണിച്ച് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ആള് നല്ല രീതിയിൽ ഇഷ്ടമായിട്ട് ആ ഒരു ജോബിലേക്ക് എടുത്തതാണ്. അപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന മെറ്റീരിയൽസ് ഇപ്പൊ നിങ്ങൾ ചെയ്ത ഏതാണ് നമ്മള് ഇപ്പൊ ഷൂലേസിന്റെ ഫ്രെയിംസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഏത് പോയിന്റ് ഓഫ് വ്യൂ നോക്കരുത്. പരിവേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മെറ്റീരിയൽ ആയിട്ട് കാണാൻ പാടില്ല. ഇതെല്ലാം നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് കൂട്ടാനുള്ള മെറ്റീരിയൽസ് ആണ് അല്ലെ. അപ്പൊ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്തായാലും ഈ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ഈ മെറ്റീരിയൽസ് കൊണ്ടുപോകണം. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അത് ഷൂലേക്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഷൂലേക്സ് ഒക്കെ ആണെങ്കിൽ ഷൂലേക്സിന്റെ ഫ്രെയിം ആണ്, ഞങ്ങൾ ഷൂലേക്സ് ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഇംപ്രസ് ആയിക്കോളൂ കേട്ടോ. അപ്പൊ ഞാൻ ആ കുട്ടി മെസ്സേജ് അയച്ചത് റീഡ് ചെയ്തുകൊണ്ടാണ് ക്ലാസ്സിലേക്ക് തയ്യാറിയത്. അപ്പൊ എനിക്ക് ഷെയർ ചെയ്യണം തോന്നി. അതേപോലെ തന്നെ ഇപ്പൊ ഈ കുട്ടി ആ മെറ്റീരിയൽ കാണിച്ചപ്പോ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോ കുറച്ചും കൂടി ഇംപ്രഷൻ കൂടും. അതും അത് ഷെയർ ചെയ്യണം തോന്നിയതുകൊണ്ട് പറഞ്ഞേട്ടാ. നമ്മളുടെ മെറ്റീരിയൽസും കാര്യങ്ങളും തന്നെ നമ്മൾ കൊണ്ടുപോവാം. നമ്മള് ജോലി കിട്ടോ കിട്ടാതിരിക്കോ അത് സെക്കൻഡ് പോയിന്റ് ആണ്. നമുക്ക് ഇംപ്രസ് ചെയ്യാം, ഇന്റർവ്യൂ നല്ല രീതിയിൽ പെർഫോം ചെയ്യാം, അതാണ് ഫസ്റ്റ്. ഓക്കെ, ഡിസ്മി ആണ്. ഡിസ്മി പ്രസന്റ് ചെയ്തോട്ടെ. മാം എന്റേത് ഷൂലേസും ബട്ടൺലെസ് ആയിട്ടില്ലേ, എന്റെ മാസ്ക് ആയിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഇപ്പോഴാണ് എന്റേത് ക്ലീൻ ആയത്. എന്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോ മാസ്കും അതിനുള്ള സ്റ്റോറിയും ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, മെസ്സേജ് അയച്ചിട്ടോടാ. ഓക്കേടാ, കാണാം. ഓക്കെ, രണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ. ഷൂലേക്സ് നന്നായിട്ടുണ്ട്. താങ്ക് യു മിസ്. ഓക്കേടാ. മെറി. ഓക്കെ മിസ്. ഫ്രെയിം ഓക്കേടാ. സ്ലേറ്റിന്റെ കുട്ടികളുടെ സ്ലേറ്റിന്റെ ഫ്രെയിം. ഷൂലേക്സ്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. സാറ്റ് ഭവ്യ. ഓക്കേടാ. ഷൂവിന്റെ ഞാൻ ഒന്നേ ചെയ്തുള്ളൂ, കളറൊന്നും ചെയ്തിട്ടില്ല, ചെയ്യാനുണ്ട് കുറച്ചും കൂടി. ഓക്കെ, കളറൊക്കെ ചെയ്ത് ഭംഗിയാക്കിക്കോട്ടെടാ. പിന്നെ ഡോള് കാണിച്ചില്ലായിരുന്നു. ആണോ, ഡോളല്ലേ? കേട്ടോ. പിന്നെ സ്നേക്ക്. ഓക്കേടാ. പിന്നെ മാസ്ക് കാണിച്ചില്ലായിരുന്നു, മാസ്കും കൂടി. ഫ്രോഗ് പിന്നെ ട്രീ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. നസീഫ. കേട്ടാ, ഡ്രസ് ചെയ്തോട്ടെ. അതാ ക്യാമറ ഓണല്ലോ. ഓണല്ലേ? ഓണാണ്. കാണുന്നുണ്ടോ? ബാക്കി ആർക്കെങ്കിലും കാണാൻ പറ്റുമോ ക്യാമറ? ഇല്ല മാം. ഇല്ല, കണ്ടുകൂടാ. ഒന്നുകൂടി ലെഫ്റ്റ് ആയിട്ടൊന്ന് ജോയിൻ ചെയ്യും. നിങ്ങൾ പറഞ്ഞാൽ മതി, പ്രസ് ചെയ്യാം കേട്ടോ. ഓക്കെ. ബിന്ദുനോ? മോളെ ഓർക്കുകയായിരുന്നല്ലോ. കുഴപ്പമില്ലാടോ. വിദ്യ. ഓക്കെ, ഹലോ മാം. പ്രസ് ചെയ്തു. ഫ്രെയിം അല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. ഷൂലേസ് ഇത്ര ഇതായില്ല, എന്നാലും ഓക്കെ,
എന്നിട്ട് ഒട്ടിക്കണോ മാം രണ്ടും? ഇങ്ങനെ തന്നെ മതിയോ? ഓക്കേടാ. വിദ്യ യെസ് മാം. ഡ്രസ്സിന് ചെയ്തിട്ടോ? മാം ഞാൻ ഷൂ ലേസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ചാർട്ട് പേപ്പറിലാണ് ചെയ്തിരിക്കണേ? ഇത് കാർഡ്ബോർഡിൽ ചെയ്തിട്ട് ചാർട്ട് ഓക്കെ. ഞാൻ എക്സ്പെക്ട് ചാർട്ട് പേപ്പറിൽ ചെയ്തിട്ട് പിടിക്കുമ്പോൾ കനവില്ലേ? ഓക്കേടാ. ഓക്കെ. അത് കേട്ടോ. സീന സീന ഓക്കെ. ഷൂലേസ് കാണാൻ കേട്ടോ. ഓക്കെ. സീനത്ത് കാർഡ്ബോർഡിൽ ചെയ്തിട്ട് ഗിൽറ്റർ ഓക്കേടാ. അടുത്തത് ഡാൻസ് ചെയ്യാം. ഇതാണ് എന്റെ മാസ്ക്. ഒന്ന് മുത്തശ്ശി, ഓക്കെ. ഹണീബി, കാക്ക. ഓ നന്നായിട്ടുണ്ടല്ലോ. നന്നായിട്ടുണ്ട്. സ്റ്റോറി ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പെർഫെക്റ്റ് ഉണ്ടാവും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഒരിടത്ത് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശി തന്റെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുമായിരുന്നു. എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുമായിരുന്നു. പൂക്കളും ചെടികളും പിടിപ്പിച്ച് തന്റെ വീടുമുറ്റം സൂക്ഷിക്കുമായിരുന്നു. എന്നാൽ പക്ഷികളെയും ചെടികളെയും ഇഷ്ടപ്പെടുന്ന മുത്തശ്ശി മുറ്റത്തെ മരക്കൊമ്പിൽ ഇരിക്കുന്ന കാക്കക്കൂട്ടങ്ങളെ നിരന്തരമായി വഴക്ക് അടിക്കുമായിരുന്നു. മുത്തശ്ശി, ഷോ, ഈ കാക്കകൾ കൊണ്ട് തോറ്റു. എപ്പോ നോക്കിയാലും ഉണ്ടാകും ശല്യങ്ങൾ. ഓ, തേനീച്ചക്കൂട്ടത്തിൽ നിന്ന് ഒരു തേനീച്ച പറഞ്ഞു. മുത്തശ്ശി എപ്പോഴും ഈ പാവ കാക്കകളെ എന്തിനാ ആട്ടി ഓടിക്കുന്നത്? കാക്കകൾ ഭംഗിയില്ലാത്തതുകൊണ്ടാവാം. ആരെയും വിലകരിച്ച് കാണുന്നത് അത്രയും നല്ലതല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മുത്തശ്ശി വയ്യാതെ കിടപ്പിലായി. മുറിൽ കട്ടിലിൽ കിടക്കുന്ന മുത്തശ്ശി ജനാലിലൂടെ നോക്കി. തന്റെ മുറ്റം കിടക്കുന്നത് ഇലകളും കൊമ്പുകളും കൊണ്ട് വിഷമിച്ചു. മുത്തശ്ശി, അയ്യോ, എന്റെ വീട് മുറ്റം പരിസരം ഒക്കെ എല്ലാം വൃത്തികേടായിരിക്കുന്നുണ്ടല്ലോ. എന്താ ചെയ്യാ? ഇനിയിപ്പോ അസുഖങ്ങളൊക്കെ മാറി ഒക്കെ ശരിയാക്കാം. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. വീട്ടുമുറ്റത്തെ കൊമ്പിൽ പതിവായി ഇരിക്കുന്ന കാക്കക്കൂട്ടുകൾ വൃത്തികേടായി കിടക്കുന്ന മുറ്റം കണ്ട് സംശയിച്ചു പോയി. കാക്കക്കൂട്ടുകളിൽ നിന്ന് കാക്കകൾ പറഞ്ഞു, മുത്തശ്ശി ഇവിടെ ഇല്ലേ? വീട് പരിസരങ്ങൾ എല്ലാം വൃത്തികേടായി കിടക്കുന്നു. അതെ, ശരിയാ തോന്നുന്നു. മുത്തശ്ശി എങ്ങോട്ടോ പോയി. മുത്തശ്ശി ഇല്ലല്ലോ. കൂട്ടുകാരെ, നമുക്ക് ഈ മുറ്റം ഒക്കെ വൃത്തിയാക്കിയാലോ? ആ കാക്കക്കൂട്ടിൽ നിന്ന് ഒരാൾ പറഞ്ഞു. അത് വേണോ? അത് നമ്മൾ ചെയ്ത മുത്തശ്ശിക്ക് ഇഷ്ടമാകുമോ? മുത്തശ്ശി എപ്പോഴും നമ്മളെ വഴക്ക് പറയുന്നതല്ലേ. അതിലൊരാൾ പറഞ്ഞു, മുത്തശ്ശി ചിലപ്പോൾ വയ്യാതെ കിടക്കുകയായിരിക്കാം. വാ കൂട്ടുകാരെ, നമുക്കിത് ശരിയാക്കാം. അങ്ങനെ കാക്കകൾ മൊത്തം എല്ലാം വൃത്തിയാക്കാൻ ഇറങ്ങി. അത് കണ്ട തേനീച്ചക്കൂട്ടിൽ നിന്ന് ഒരു തേനീച്ച പറഞ്ഞു, ഇവർക്ക് ഇതുവരെ കിട്ടിയതൊന്നും പോരാ തോന്നുന്നു. മുത്തശ്ശിയിൽ കയ്യിൽ നിന്ന് മേടിച്ചാലേ കൊതി തീരുള്ളൂ. പക്ഷേ ഇവർ ചെയ്യുന്നതെല്ലാം നല്ലതല്ലേ? നല്ലതൊക്കെ തന്നെ. എന്നാലും എന്തിനും മുത്തശ്ശി ഇവരെ വഴക്ക് പറയുന്നതല്ലേ. ശരി, നമുക്ക് നോക്കാം. കാക്കകൾ തന്റെ മുറ്റം വൃത്തിയാക്കുന്നത് കാഴ്ച ജനൽ കൊണ്ട് മുത്തശ്ശി കണ്ടു. പാവം, ഈ കാക്കകളെയാണല്ലോ ഞാൻ ഇത്രയും കാലം വഴക്ക് പറഞ്ഞത്.
മുത്തശ്ശി: എന്റെ ഈശ്വര, പാവമാണല്ലോ. ഞാൻ ഈ കാക്കകളെ ആണോ വഴക്ക് പറഞ്ഞത്? കലവില കൂടി നിൽക്കുന്ന കാക്കകൾ ഇത്രയും നല്ലവരായിരുന്നോ? മുത്തശ്ശി മുത്തശ്ശി കട്ടിലിൽ നിന്ന് എണീറ്റ് പുറത്തോട്ട് വന്നു. കാക്കക്കൂട്ടുകളിൽ നിന്ന് എല്ലാരും ഓടിപ്പോയി. അയ്യോ, മുത്തശ്ശി വന്നേ. മുത്തശ്ശി പറഞ്ഞു, എന്റെ മക്കളെ, പോകല്ലേ, ഇങ്ങോട്ട് വരൂ. ഞാൻ നിങ്ങൾക്കും വേണ്ടി സ്വാദിഷ്ടമായിട്ടുള്ള ഉണ്ണിയപ്പങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വാ മക്കളെ, ഇങ്ങോട്ട് വരൂ. ഇത് കണ്ട കാക്കക്കൂട്ടുകൾ സന്തോഷമായി മരത്തിൽ നിന്ന് താഴോട്ട് പറന്നു വന്നു. ഇലയിൽ സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം ഇലയിൽ വിളമ്പിക്കൊടുത്തു. അന്ന് മുതൽ മുത്തശ്ശിയും കാക്കകളും നല്ല കൂട്ടുകാരായി നിന്നു. കഴിഞ്ഞു. നന്നായിരുന്നോടാ. മിസ് ഞാൻ കാണിക്കട്ടെ അടുത്തത്. എങ്ങനെ ചെറുതായിട്ടൊന്ന് ഇതായിപ്പോയി. മിസ് ഞാൻ പ്രസന്റ് ചെയ്യട്ടെ. അപ്പം പ്രസന്റ് ചെയ്തോളൂ. കാണാമോ മിസ്? കാണാം. പിന്നെ ബട്ടൺ ഫ്രെയിം ചെയ്ത്, പിന്നെ ഡോള് കാണിച്ചിട്ടില്ല അത് മിസ്. ഡോള് ചെയ്തു. പിന്നെ രണ്ട് മാസ്ക് കാണാമോ മിസ്? കാണാം. പിന്നെ സ്നേക്ക്. ബ്ലാക്ക് ആയതുകൊണ്ട്. അഞ്ചു. താങ്ക് യു മിസ്. മാസ്ക്. ഓക്കേടാ. പിന്നെ ഡോള്. ഓക്കേടാ. പിന്നെ സ്നേക്ക്. മറ്റേ ഫ്രെയിം ഉണ്ടാക്കിയിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ. ആണോ? നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ചെയ്യണം കേട്ടോ. അബീറ. ഇതാണ് മാം മറ്റേ സ്പോർട്സ് ഉണ്ടാക്കിയ കൂടി. ഡോളല്ലേ? ഇത് വന്നിട്ട് ടിഷ്യൂ പേപ്പറും ഇത് വന്നിട്ട് മറ്റേ ഈ തുണിയല്ല, വേറൊരു ടൈപ്പ് നമുക്ക് മെറ്റീരിയൽ കവർ കിട്ടും. ആ കവറില് ഒരു കുഞ്ഞു പീസ് വേസ്റ്റ് മെറ്റീരിയൽ കൊടുത്തിരുതാ. പിന്നെ ഇത് വന്നിട്ട് പാമ്പ്. പിന്നെ ഇത് ഇത്തിരി ലെങ്ത് തന്നെ ഇടുന്നത്, ഇച്ചിരി ടഫ് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് മികച്ചതായിട്ടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ചെയ്യാത്തവരുണ്ട്, എന്തായാലും ഒരു അടുത്ത വീട്ടിൽ തന്നെ ചെയ്യണം കേട്ടോ. ഇപ്പൊ എന്റെ ക്യാമറ കാണാമോ? കാണാടാ. നേരത്തെ എന്തോ ഇതായിരുന്നു. ബട്ടൺ നന്നായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ചാപ്റ്റർ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? മാം, എന്റെ ഷൂലേസ് കംപ്ലീറ്റഡ് അല്ല, എന്നാൽ ഇങ്ങനെ മതിയോ എന്നൊന്ന് നോക്കാവോ? ഒന്ന് കാണിക്കട്ടെ. ഇങ്ങനെ മതിയോ മാം? ചെറുതായി പോകുമ്പോ ഭയങ്കര ചെറുതാണത്. ചെറുതാണോ? കുഴപ്പമില്ല, അത് ജസ്റ്റ് കളറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. മാം ഒരു സംശയം, ഷൂലേസ് 2 വേണോ? ഫ്രെയിം ആക്കണോ? അങ്ങനെ നിർബന്ധമില്ലാടാ.
ചോയ്സ് വേണം നിങ്ങളുടെ ഫ്രെയിംസിൽ. പ്രേമിന് വേണമെന്നില്ല, അങ്ങനെ ചെയ്താൽ മതി. ഒരെണ്ണം മതി. രണ്ടെണ്ണം കാർഡ്ബോർഡിൽ ചെയ്തവർക്കൊക്കെ എളുപ്പമാണ് അല്ലെ? നല്ല രസമാണ് ഷൂസ്. രണ്ടെണ്ണം കുട്ടികൾക്ക് 2 1 2 2 എന്ന് പറയുന്നത് കൂടി പഠിപ്പിക്കാൻ പറ്റില്ല. അങ്ങനൊരു ബേസ് കൺസെപ്റ്റ് കിട്ടുകയും ചെയ്യും കുട്ടികൾക്ക്. നമ്മുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റില് ഏത് ഫ്രെയിം ഇനി അടുത്ത് ചെയ്യണം മിസ്സേ? അടുത്തിന് ഏത് ഫ്രെയിമാണ് ചെയ്യാനുള്ളത്? ഓക്കെ, അടുത്തത് 2 ഫ്രെയിം മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. പ്ലേസും ബട്ടണും മാത്രമേ ചെയ്തിട്ടുള്ളൂ. കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ജസ്റ്റ് പറയുന്ന ഫ്രെയിം. ബാക്കിയുള്ള ഫ്രെയിംസ് എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വന്നിട്ട് ബാക്കി നമ്മുടെ മോണ്ടിസോറി ഡ്രസ്സിംഗ് ഫ്രെയിമിൽ വരുന്ന ബാക്കി എല്ലാ ഫ്രെയിംസും എക്സ്പ്ലെയിൻ ചെയ്ത് തരാവേ. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആവും. മാം, ഈ ഷൂലേസ് അല്ലാതെ നമുക്ക് എത്ര ഫ്രെയിമുകൾ ചെയ്യാണ്ട്? ശരിക്കും നമുക്ക് 8 ഫ്രെയിമുകളോളം വരുന്നുണ്ട്. അപ്പോ നിങ്ങൾ ചെയ്യേണ്ട മിനിമം ഒരു 5 ഫ്രെയിമുകൾ ഇന്നാൾ പരിചയപ്പെടുത്തി തന്നിരുന്നു, പക്ഷെ 2 ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഷൂലേസ് അല്ലാതെ 5 ചെയ്യണം എന്നാണോ? ഇല്ല, ഷൂലേസും ബട്ടൺ ഫ്രെയിമും ഇൻക്ലൂഡിങ് 5 ടോട്ടൽ 5 മതി. ഞാൻ ഓക്കെ. ഇതൊക്കെ ഏതൊക്കെ ഫ്രെയിംസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്? സിബ് ഫ്രെയിം, പിന്നെ പ്രസ് ബട്ടൺ ഫ്രെയിം, മറ്റേ സ്റ്റിക്കർ ടൈപ്പ് സിബ് അല്ലേ? സിബ് അവൈലബിൾ ആയിരിക്കില്ല അവരുടെ അടുത്തും, ആയിരിക്കോ? പഴയ ക്ലോത്തിലൊക്കെ ഉണ്ടാവും, കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ് സിബ്. സോ അങ്ങനെ ചെയ്യാതെ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇത് സിബ് ഫ്രെയിം കേട്ടോ. സിബ് ഫ്രെയിം ചെയ്യാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഹുക്ക് ഉണ്ടല്ലോ, ഫ്രെയിം നമ്മൾ ചെറിയ സ്കേർട്ട് ഒക്കെ ഉണ്ടല്ലോ, യൂണിഫോം സ്കേർട്ടിന്റെ ഒക്കെ ഹുക്ക്, അങ്ങനത്തെ ഹുക്കാണ് കേട്ടോ വാങ്ങിക്കാൻ കിട്ടും നിങ്ങൾക്ക് കടയിൽ. കാണാൻ പറ്റുന്നുണ്ടോ ഹുക്ക്? മാം ഇത് ചെറിയ ഹുക്കാണോ? മറ്റേ ബ്ലൗസിലൊക്കെ ഉള്ള ടൈപ്പ് ആണോ? അല്ല, ബ്ലൗസിലുള്ള ഹുക്കല്ല, അതും ചെയ്യാം. യൂണിഫോമിലൊക്കെ ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ പാൻസ് ഉണ്ടാവൂലേ കുട്ടികളുടെ? യൂണിഫോം പാന്റിലുണ്ടോ? യൂണിഫോം പാന്റിലുള്ള ഹുക്ക് കേട്ടോ. കുറച്ചും കൂടെ വലുതല്ലേ മാം? കുറച്ചും കൂടി വലുത്. ക്ലിയർ ആണോ എല്ലാവർക്കും? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾക്ക് പറയില്ലേ, നമ്മളുടെ നമുക്ക് കോമൺലി അറിയാവുന്ന ഫ്രെയിമാണ് ഇത്. സോറി, ഏത് ഹുക്ക്? ഈ ഹുക്ക്. അതും ചെയ്യാം. ഫ്രെയിമിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം. അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എനിക്കറിയില്ല നിങ്ങളുടെ ഏത് മെറ്റീരിയൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ സെലക്ട് ചെയ്ത് ചെയ്യണം കേട്ടോ. ഹുക്ക് ഫ്രെയിം ചെയ്യുമ്പോൾ 2 ഇതും ചെയ്യണോ മാം? ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. നമ്മുടെ നമ്പറിലേക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. നോക്കി, ഇതില്ലേ, ഇത് ബെൽറ്റ് ഫ്രെയിം ആണ്. കാണുന്നുണ്ടോ? എല്ലാവർക്കും ഫ്രെയിം ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം എന്താണ്, സംഭവം എപ്പോഴും കംപ്ലൈന്റ് ഒന്നും ആവില്ല. ബെൽറ്റ് ചിലപ്പോൾ നമ്പർ ഓഫ് 1 മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ബെൽറ്റ് ഫ്രെയിം അവൈലബിൾ ആണെങ്കിൽ മാത്രം ചെയ്യാം. പഴയ ബെൽറ്റ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫിക്സ് അവൈലബിൾ ആണെങ്കിൽ ഈ ബെൽറ്റ് ഫ്രെയിം ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. അതല്ലെങ്കിൽ നോക്കി, ഇതാണ് ബക്കിൾ ഫ്രെയിം അല്ലെ? ബക്കിള് കണ്ടിട്ടില്ലേ? നമ്മൾ ബാഗുകൾ പഴയ ബാഗിലൊക്കെ ഉണ്ടാവും. പുതിയ ബാഗല്ല, പഴയ ബാഗ്, കുട്ടികളുടെ കഴിഞ്ഞ വർഷത്തെ മാറ്റിയ ബാഗൊക്കെ ഉണ്ടാവില്ലേ? അതിലൊക്കെ ഉണ്ടെങ്കിൽ ബക്കിൾസ് 2 കട്ട് ചെയ്തിട്ട് ബക്കിൾ ഫ്രെയിം ചെയ്യാം. ഓക്കെ, വേണോ ബക്കിളിന്? 4 വേണ്ടല്ലോ, അവൈലബിൾ ആയിട്ടുള്ളത് മതി. നെക്സ്റ്റ് ആണ് വെൽക്രോ കേട്ടോ. വെൽക്രോ നിങ്ങൾക്ക് അവൈലബിൾ ആവാൻ ചാൻസ്
ഇല്ല. അപ്പൊ നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും. ഇപ്പൊ സ്റ്റിക്കർ പോലത്തെ സംഭവം, കുട്ടികളുടെ ചപ്പൽ, അതേപോലെ തന്നെ നമ്മള് എന്താ പറയാ ഒട്ടിക്കുന്ന പാവകളിൽ മുണ്ടൊക്കെ ഉണ്ടാവില്ലേ, കുഞ്ഞു കുട്ടികളുടെ ഒക്കെ മുണ്ട്, റെഡി ടു വിയർ മുണ്ട് പോലെ ഇങ്ങനെ ഒട്ടിക്കുന്ന ഡോൾസിലൊക്കെ ഉണ്ടാവും, ഈ ഡോളിന്റെ ബാക്കിൽ ഡ്രസ്സിലൊക്കെ ഉണ്ടാവും ബാക്ക് സൈഡില്. ഈ ബാർബി ഡോളൊക്കെ ഉണ്ടാവൂലേ, അതിനെന്താണ്? മനസ്സിലായി. ഡോള് ഞാൻ കേട്ടില്ല, ഡോറിനെ കേട്ടത്. ഡോറിന്റെ ബാക്കിലൊന്നും അങ്ങനെ ആലോചിച്ച് പോയത്, സോറി. അപ്പൊ ഇത് വെൽക്രോ ഫ്രെയിം കേട്ടോ. ഞാൻ ഇന്ന് പറഞ്ഞത് ഏതൊക്കെയാണ്? സിപ്പ് ഫ്രെയിം തന്നെ 2 എണ്ണം പറഞ്ഞു, 3 എണ്ണം എടുത്തിട്ട് ഫ്രെയിം, വെൽക്രോ പറഞ്ഞ്, ബെൽറ്റ് പറഞ്ഞ്, ബക്കിൾ പറഞ്ഞ്, 6 എണ്ണം പറഞ്ഞല്ലേ. പ്രസ് ബട്ടൺ ഫ്രെയിം, പ്രസ് ബട്ടൺ ഫ്രെയിം ഉണ്ട്. പ്രസ് ബട്ടൺ എന്ന് പറയുന്നത് ഇത് കോമൺലി ഇപ്പൊ കുഞ്ഞു കുട്ടികളുടെ ഒക്കെ ഡ്രസ്സിലാണ് പ്രസ് ബട്ടൺ കാണാറ്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് തുന്നി വെക്കുന്ന ടൈപ്പ് പ്രസ് ബട്ടൺ ആണ് കേട്ടോ. നിങ്ങൾ ചെയ്യാൻ വാങ്ങിക്കുകയാണെങ്കിൽ ഹോളുള്ളത് നോക്കി വാങ്ങിക്കണേ. തുന്നി വെക്കുന്ന, പിന്നെ മെഷീൻ വെച്ചിട്ട് ചെയ്യുന്ന പ്രസ് ബട്ടൺ ഉണ്ട്. തുന്നി വെക്കുന്ന ടൈപ്പ് പ്രസ് ബട്ടൺ ആണ്, നോക്കിയിട്ട് വാങ്ങിക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഫ്രെയിം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. 4 ഫ്രെയിം ചെയ്തു, അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് 4 ഫ്രെയിമും ചെയ്തു. പിന്നെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, 5ാമത്തെ ഫ്രെയിം കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു ഫ്രെയിം യൂസ് ചെയ്യാം കേട്ടോ. ഇതെന്താ മെറ്റീരിയൽ? പിൻ ഫ്രെയിമോ? പിൻ ഫ്രെയിം. ഓക്കെ ഓക്കെ, കേട്ടായോ? ഞാനിപ്പോ ഒരു 8 എണ്ണത്തിന് മേലെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഇഷ്ടമുള്ള 5 എണ്ണം, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇഷ്ടമുള്ള 5 എണ്ണം ചെയ്യാം. ഇനി ഞാൻ ഇന്ന ഫ്രെയിം ചെയ്യണം എന്നൊന്നും പറയില്ല. ഫ്രെയിം ബാക്കി 3 എണ്ണം നിങ്ങൾ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇപ്പൊ ഈ തന്നതില് 3 എണ്ണാണോ 5 എണ്ണാണോ ചെയ്യണ്ടേ? ആദ്യം നമ്മൾ 2 എണ്ണം ചെയ്തു. ഇനി ഇപ്പൊ തന്നതിൽ 3 എണ്ണം ചെയ്താൽ മതി. ടോട്ടൽ 5 മതി. ഹുക്ക് ചെയ്യുമ്പോഴേ ബ്ലൗസിന്റെ ഹുക്ക് വെച്ചിട്ടുള്ള ചെറുത് ഹുക്ക് ചെയ്യത്തില്ലേ? മനസ്സിലായോ? ഈ ബ്ലൗസിന്റെ ഒക്കെ ഹുക്ക്, ചെറിയ ഹുക്ക് ചെയ്തു. അത് ചെയ്യുമ്പം നേരത്തെ കാണിച്ച പിക്ചറിൽ അപ്പുറത്തെ സൈഡിലും ഇത് കാണിച്ചു, അത് വേണോ അതോ നമുക്ക് അല്ലാതെ സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ പറ്റുമോ? സ്റ്റിച്ച് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നൂല് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യില്ലേ, അങ്ങനെയും ചെയ്യാം. ഇപ്പൊ നമ്മൾ സാധാരണ ബ്ലൗസ് ഒക്കെ ഇടുന്ന മാതിരി അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചൂടെ, അതാ ചോദിച്ചത്. അങ്ങനെയും ചെയ്യാം. ഓക്കെ, അവൈലബിൾ ആകുന്ന രീതിയിൽ നിങ്ങളുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസൈൻ ചെയ്യാം. പക്ഷെ നമ്മൾ ഈ ഷൂലേസ് ഒക്കെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ കൊടുത്തിട്ട് നമ്മൾ ഇത് അഴിച്ചു കൊടുത്തിട്ട് അവരോട് കെട്ടാൻ പറയും, അങ്ങനെയാണോ ചെയ്യണ്ടേ? അത് മോൾക്ക് 4ാം ക്ലാസ് പഠിക്കുന്നു. എടുത്തു കൊടുക്കണോ? എന്താടാ? ഈ ഷൂ ലേസില് ആ ലേസ് ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ ആ ഫ്രെയിമിൽ നിന്ന് എടുത്ത് അവരെ കയ്യിൽ കൊടുത്ത് അങ്ങനെ ചെയ്യിപ്പിക്കാൻ, അല്ല ജസ്റ്റ് ആ ലോക്ക് ചെയ്തത് മാത്രം എടുത്തിട്ടാണോ? അത് ഏജ് അനുസരിച്ചാടാ. കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമ്മൾ അത് ചിലപ്പോൾ ഷൂല ആ ഒരു ഇതില് റിബൺ ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. കുറച്ചുകൂടി വലുതാവുന്നതനുസരിച്ച് അവർക്ക് ആ ഹോളിലൂടെ അത് എന്ത് ചെയ്യാൻ പറ്റും, ലേസ് ഇങ്ങനെ കയറ്റാനും അത് കെട്ടാനൊക്കെ പറ്റും. അത് ഏജ് അനുസരിച്ച് ചെയ്യേണ്ടവരും കേട്ടോ. ഓക്കെ ഓക്കെ, നമ്മളുടെ കുട്ടിയുടെ ഡെവലപ്മെന്റ് നമുക്ക് അറിയാലോ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ആ ഹോളിലൂടെ ആ ലേസ് കയറ്റാനായിട്ട് അവർക്ക് അറിയോ, അങ്ങനെ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, നമ്മളിനി ക്ലാസ്സിലേക്ക് വരാലോ എല്ലാവർക്കും. ഇനി ചെയ്യേണ്ട മെറ്റീരിയൽ ഏതാന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ നോക്കുന്നത് സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫൻസി ആണ്. ഇൻഫൻസിയിലെ കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇൻഫന്റ് ആസ് നോ സോഷ്യലബിൾ. കുട്ടികൾ ജനിക്കുമ്പോൾ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? സോഷ്യലബിൾ ആണോ? ഒരു ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞാണോ വരുന്നത്? അല്ലാലോ, they are no sociable. ഇൻഫൻസ് അറ്റ് ബർത്ത് എങ്ങനെയാണ് നോ സോഷ്യലബിൾ ആണ്? സോഷ്യൽ ഇന്ററാക്ഷനോ സോഷ്യൽ കോൺട്രാക്ടോ ഒന്നുമില്ല അവർക്ക്. At response the age of 6 weeks,
ഒരു 6 ആഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് ഒരു സോഷ്യലൈസേഷന്റെ ബേസിക് ആയിട്ടുള്ള ബിഗിനിങ് സ്റ്റാർട്ട് ആവുന്നത്. എ ട്രൂ സോഷ്യൽ സ്മൈൽ ഇൻ റെസ്പോൺസ് ടു എ പേഴ്സൺ അപ്പിയർ. ഒരു ട്രൂ ആയിട്ടുള്ള ഒരു സോഷ്യൽ സ്മൈൽ അപ്പിയർ ചെയ്യുന്നത് എപ്പോഴാണ്? 6 ആഴ്ചയൊക്കെ ആണ്. നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ചിരിച്ച സമയം ഓർമ്മയുണ്ടോ? 6 ആഴ്ചയൊക്കെ ആയപ്പോ 1.5 മാസമൊക്കെ ആയപ്പോ ഒന്ന് ചിരിച്ചതൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഓക്കെ. അപ്പോ എന്റെ കുട്ടിയുടെ കാര്യം ഞാൻ പറയാം. എന്റെ മോള് ചിരിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം എന്താ വെച്ചാൽ അവൾ എന്നെ കാണുമ്പോൾ മാത്രമായിരുന്നു ചിരിച്ചിരുന്നത്. ഒരു മാസം ഒന്നര മാസം ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്റെ സിസ്റ്ററിനോട് പറഞ്ഞു, എന്ത് പറഞ്ഞു, എന്നെ കാണുമ്പോ വാവ ചിരിക്കുന്നുണ്ട്, നിങ്ങളെ. അപ്പൊ ഞാൻ പറഞ്ഞു ചിരിച്ചു, ഇന്നും ചിരിച്ചു. അപ്പോ അവര് വന്നിട്ട് ഭയങ്കര ഇതാണ്, വാവ ചിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യണില്ല, റെസ്പോണ്ട് ചെയ്യുന്നേ ഇല്ല. എന്നെ കാണുമ്പോ ചില അവരുടെ ഒപ്പം എന്നെ കാണുമ്പോ ചിരിക്കില്ല, ഞങ്ങൾ ഒറ്റയ്ക്കാവുമ്പോ മാത്രം അവള് ചിരിക്കൂട്ടോ. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഇവര് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല, കുഞ്ഞ് ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കില്ല, കുഞ്ഞ് ചിരിക്കാറില്ല എന്നാണ് അവര് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇല്ല, ചിരിച്ചിട്ടുണ്ട്, നോക്കി. ഞാൻ വീഡിയോ എടുത്ത് തെളിവായിട്ട് കാണിച്ചു കൊടുത്തു. അപ്പൊ ശരിയാണ്, അവള് ചിരിക്കുന്നുണ്ട്. അപ്പൊ ഹസ്ബൻഡിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. കാരണം മോള് എന്നെ കണ്ടപ്പോ ചിരിച്ചു, എന്തുകൊണ്ടാ എന്നെ കാണുമ്പോ ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. കുറെ ടൈം കഴിഞ്ഞിട്ടാണ് ഹസ്ബൻഡിനെ കണ്ടിട്ട് ഒന്ന് റിയാക്ട് ചെയ്ത് തുടങ്ങി. എനിക്ക് തോന്നുന്നു ഒരു 3-4 ആയിരുന്നു. പക്ഷെ എന്നെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തു. അറിയാലോ എല്ലാവർക്കും, അമ്മമാരെ പെട്ടെന്ന് കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യും. നമ്മുടെ സ്മെൽ, സൗണ്ട് ഒക്കെ യൂസ് ചെയ്ത് അവരെ ഐഡന്റിഫൈ ചെയ്യും. പക്ഷെ ഒരു അമ്മയും കുട്ടിയും അല്ലാണ്ട് വരുന്ന ഒരാളാണെങ്കിൽ കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പൊ കുട്ടികളുടെ സോഷ്യലൈസേഷന്റെ ബിഗിനിങ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ട്രൂ സ്മൈൽ ആണ്. അപ്പോ അറ്റ് അറൌണ്ട് ദ ഏജ് ഓഫ് 6 weeks എ ട്രൂ സോഷ്യൽ സ്മൈൽ ഇൻ റെസ്പോൺസ് ടു എ പേഴ്സൺ അപ്പിയർ. സ്മൈൽ ഇൻ റെസ്പോൺസ്, ഒരു വ്യക്തിനെ കാണുമ്പോൾ സ്മൈൽ, അത് ചിരിക്കുന്നത് എന്താണ്, അത് തുടക്കം. അതാണ് സോഷ്യലൈസേഷന്റെ ബിഗിനിങ്, അപ്പിയർ. ആൻഡ് ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ദ ബിഗിനിങ് ഓഫ് സോഷ്യലൈസേഷൻ. ഇതാണ് നമ്മൾ സോഷ്യലൈസേഷന്റെ ബിഗിനിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഒരു സ്റ്റെപ്പ് ആയിട്ട് പറയണേ. 2-3 months ആവുമ്പോൾ ഇൻഫന്റ് ഐഡന്റിഫൈ പീപ്പിൾ ഫ്രം ഇൻഅനിമേറ്റ് ഒബ്ജക്ട്, റെക്കഗ്നൈസ് ഇറ്റ്സ് മദർ. ഞാൻ പറഞ്ഞില്ലേ, അമ്മേനെ തിരിച്ചറിയും, അമ്മേനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ആർ അൺഹാപ്പി ഓൺ സെപ്പറേഷൻ, അമ്മേനെ കാണാണ്ട് വരുമ്പോൾ കരയും, കമ്പ് സത്യം. ചില കുട്ടികൾ കുട്ടി അടുത്തിരുന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോ ആരെങ്കിലും കയ്യിലിട്ട് നമ്മളുടെ അടുത്ത് തന്നെ എത്തിച്ചിട്ടൊന്നും മാറുമ്പോഴേക്കും, ജസ്റ്റ് ഒന്ന് നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറുമ്പോഴേക്കും അവർ കരയുന്നത് കാണാം. ഓക്കെ, അത് പറയും, കുട്ടി ഇങ്ങനെ മനസ്സിലാക്കി നമ്മൾ മാറിയിട്ട് അല്ലെ, നമ്മളൊന്ന് കുളിക്കാൻ വാഷ് ചെയ്യാൻ പോയിട്ടുണ്ടാവുള്ളൂ, അപ്പോഴേക്കും അവര് കരച്ചിലും ബഹളായി. കാരണം അവര് ഫീൽ ചെയ്തു, എന്ത് ആൻസൈറ്റി, സെപ്പറേഷൻ ആൻസൈറ്റി ഫീൽ ചെയ്ത് തുടങ്ങി അല്ലെ. 2-3 months മുതൽ കുട്ടികൾക്ക് സെപ്പറേഷൻ ആൻസൈറ്റി ഫീൽ ആവാൻ തുടങ്ങി. അവർ അമ്മേനെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങി. അവരെ കാണാതെ വരുമ്പോ അവര് സെപ്പറേഷൻ ആൻസൈറ്റി വരുന്നു. അപ്പോഴാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, തമ്പ് സക്ക് ചെയ്യുന്നത്, ക്രൈ ചെയ്യുന്നത്, കരയുന്നത്. അവർക്ക് ആ ഒരു ഹാപ്പി പ്രകടിപ്പിക്കണ്ടേ, അല്ലെങ്കിൽ സെപ്പറേഷൻ ആൻസൈറ്റി പ്രകടിപ്പിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് അവർ കരയും അല്ലെങ്കിൽ തമ്പ് സക്ക് ചെയ്യും. അങ്ങനെ അവരത് എക്സിബിറ്റ് ചെയ്യും. 4 to 5 months എന്ന് പറഞ്ഞാൽ they react differently to scolding and smiling, smile face and friendly and angry voice. ഡിഫറെന്റ് ആയിട്ടുള്ള സൗണ്ട്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യും. സ്മൈൽ ചെയ്യും, ചിരിച്ചോണ്ടിരിക്കുന്ന മുഖമായിരിക്കും. ഫ്രണ്ട്ലി വോയിസ് ഉണ്ട്, പിന്നെ ആംഗ്രി വോയിസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആ ഒരു ആംഗ്രി വോയിസ് നമ്മളോട് റെസ്പോണ്ട് ചെയ്യും. നമ്മളുടെ പറയുമ്പോൾ നമ്മൾ നമ്മളുടെ കുട്ടിയുടെ ആ ഒരു ടൈം പീരീഡ് എല്ലാം മനസ്സിലേക്ക് വരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, 4 to 5 months ആണ് ആംഗ്രി ആൻഡ് ഫ്രണ്ട്ലി വോയിസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് വരുന്നതാണ് 6 to 7 months ബേബി ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫ്രണ്ട്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ്. ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്യും. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് സ്ഥിരമായി കാണുന്നവരെയാണ് ഫ്രണ്ട്സ് ഉദ്ദേശിക്കുന്നത്. സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്നത് അറിയാലോ, കുട്ടി ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ കുട്ടിക്ക് പരിചയമില്ലാത്ത വ്യക്തികളെയാണ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ബേബി ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫ്രണ്ട്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ് ബൈ സ്മൈലിംഗ് അറ്റ് ഫോമർ ആൻഡ് ഷോയിങ് ഇയർ ഇൻ ദ പ്രസൻസ് ഓഫ് ലേറ്റർ. അപ്പൊ നമ്മളിപ്പോ കുട്ടിയുടെ എപ്പോഴും കോണ്ടാക്ട് ഉള്ളവരായിട്ട് കുട്ടിക്ക് പെട്ടെന്ന് എടുക്കും. അവര് വരുമ്പോഴേക്കും കുട്ടി പോകുകയൊക്കെ ചെയ്യും, കയ്യിൽ കാണിച്ച് പോകും.
സ്ട്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, അപ്പൊ ഇതുവരെ കാണാത്ത ഒരാളാണെങ്കിൽ അമ്മയുടെ അടുത്ത് ഹൈഡ് ചെയ്യും, സെക്യൂരിറ്റി മാറില്ല. എല്ലാ കുട്ടികളും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. മിക്ക കുട്ടികളും അങ്ങനെയാണ്. ചില കുട്ടികൾക്ക് ഫ്രണ്ട്സും സ്ട്രേഞ്ചേഴ്സും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. ഒക്കെ എല്ലാവരും കോമൺ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. അത് ചില കുട്ടികളുടെ കേസിൽ അങ്ങനെയാണ്. പക്ഷെ എന്നിരുന്നാലും കോമൺലി കുട്ടികൾ ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് 6 to 7 months മുതലാണ് കുട്ടികൾ എന്താണ് ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്യുന്നത്. 8 to 9 months they will try to imitate the speech. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടൈം പീരീഡ് ആണ് ഇത് 8 to 9 months. അപ്പൊ ഞാൻ എന്റെ മോളുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്റെ മോള് ആദ്യമായിട്ട് ഒരു അക്ഷരം പറഞ്ഞു കേട്ടോ. അവൾ പറഞ്ഞ അക്ഷരം എന്ന് പറയുന്നത് ചാന്നാണ്. സാധാരണ ചാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ചാന്ന് അക്ഷരം പറഞ്ഞു. എന്നാ അമ്മ എന്ന് പറയിപ്പിക്കാന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, കുഞ്ഞിനെ അമ്മ പറയിപ്പിക്കാൻ തുടങ്ങി. അമ്മ പറയും പോലെ അമ്മ പറ, അമ്മ പറയടാ, അമ്മ എന്ന് പറയടാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടു. അവൾ എന്ത് ചെയ്തു എന്നറിയാമോ? ചാ പറഞ്ഞല്ലോ ആദ്യം തന്നെ. അത് 9 months ആയപ്പോഴേക്കും അച്ഛനായി, അച്ഛാന്നായി. 9 months കഴിഞ്ഞിട്ട് അച്ചച്ച, ചാച്ച, മേമ പറഞ്ഞു, മേമ, മേമ വരെ പറഞ്ഞു. അത് കഴിഞ്ഞ് മമ്മ, മമ്മ, അമ്മാമ്മനാണ് മമ്മ എന്ന് പറയുന്നത്. എന്നിട്ടും ആളെന്ത് ചെയ്തില്ല, അമ്മ എന്ന് പറഞ്ഞില്ല. 1.5 വയസ്സ് കഴിഞ്ഞിട്ടാണ് ആള് അമ്മ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സംബന്ധിച്ചാണെങ്കിൽ മോള് ജനിച്ചിട്ട് അമ്മ എന്ന് മാത്രം പറയുന്നത്, ബാക്കി എല്ലാവരെയും പറയുന്നത് ഇങ്ങനെ പേര് കാര്യങ്ങളൊക്കെ പറയുന്നത് സ്ലോ ആണ്, എന്നാലും കുഴപ്പമില്ല, ആള് പറയും. അപ്പൊ ഞാൻ അമ്മ എന്ന് പറയുന്നില്ല, ഭയങ്കര ആഗ്രഹിക്കുന്നതാണ് അമ്മ എന്ന് പറയാം, അമ്മ എന്ന് പറയാം. എന്നിട്ടും ആള് അമ്മ എന്ന് പറഞ്ഞില്ല, അമ്മി എന്ന് പറയും, അമ്മി എന്ന് പറയുന്നത്. പിന്നെ അത് മാറി അമ്മ എന്ന് 1 or 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് എന്റെ ഓർമ്മയില്. അവളുടേത് രീതിയിൽ അമ്മ വിളിക്കാറില്ല. ഇപ്പൊ നമ്മളുടെ എന്താ പറയാ, എന്റെ പേരാ വിളിക്കുന്നത്, അമ്മൂന്നാ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ കുട്ടികൾ ട്രൈ ടു ഇമിറ്റേറ്റ് സ്പീച്ച് ഏത് ഏജ് മുതൽ തുടങ്ങും? 8 to 9 months മുതൽ തുടങ്ങും. നമ്മൾ കാണിക്കുന്ന ജസ്റ്റേഴ്സ്, നമ്മളിങ്ങനെ ഹൈലാൻസിൽ കാണിക്കില്ലേ, സിമ്പിൾ ആക്ട് കാണിക്കില്ലേ, ജസ്റ്റ് നമ്മൾ അതെല്ലാം അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ 12 monthsന്റെ കാര്യം ആലോചിക്കാൻ നമുക്കൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കുട്ടികൾക്ക് ഫുഡ് കൊടുക്കൂലേ, നമ്മൾ കൊടുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കൊടുക്കുമ്പോ കുട്ടികൾ ആദ്യം എന്താ പറയാ? നോ നോ, വേണ്ട, നോ നോ പറയില്ലേ? അങ്ങനെയായിരുന്നു. അവള് ആദ്യം ഇംഗ്ലീഷിൽ പഠിച്ച വേർഡ് നോ നോ എന്നാണ്. നോ നോ പറയാൻ തുടങ്ങി. ഞാൻ എന്തെങ്കിലും പറയുമ്പോ നോ നോ, അത് എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോ നോ നോ പറയും. അപ്പൊ അത് തന്നെ അവൾ ഫുഡ് കൊടുക്കുമ്പോഴാണ് പക്ഷെ പറയുന്നേന്നുള്ളൂ. ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്താ പറയും? നോ നോ, വേണ്ട എന്നുള്ളൊരു മീനിങ്ങാ. നോ നോ അമ്മ, നോ നോ. ആ ഒരു ഇതില്ല. ആകെ ഇംഗ്ലീഷിൽ പറഞ്ഞൊരു വേർഡ് നോ നോ എന്നുള്ളതാ. അതും ആള് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പറയും എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ പേപ്പറൊക്കെ കാണുമ്പോ അവൾ അത് എടുക്കുമ്പോ ഞാൻ പറയും നോ നോ എന്ന് പറയുമ്പോ അവള് ഫുഡ് കഴിക്കുമ്പോ മാത്രം എന്ത് പറയും? നോ നോ. ഫുഡ് കൊണ്ടുപോയി ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ പറയുന്ന ഫസ്റ്റ് ഡയലോഗ് നോ നോ എന്നാ. അപ്പൊ പല സ്റ്റേജസിലൂടെയാണ് കുട്ടികളിൽ സോഷ്യൽ ഡെവലപ്മെന്റിലേക്ക് കുട്ടി വരുന്നത്. ബർത്ത് ഇൻഫന്റ് എങ്ങനെയാണ്? സോഷ്യലബിൾ അല്ല. അറൌണ്ട് 6 week ഒക്കെ ആകുമ്പോഴേക്കാണ് കുട്ടികൾ ആ ട്രൂ സോഷ്യൽ ആയിട്ട് അപ്പിയർ ആകുന്നത്. കൺസിഡേർഡ് ആസ് ദ ബിഗിനിങ് ഓഫ് സോഷ്യലൈസേഷൻ. ആ ട്രൂ സോഷ്യൽ സമയത്താണ് നമ്മൾ സോഷ്യലൈസേഷൻ ബിഗിനിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. 2 to 3 months ആകുമ്പോഴേക്കും ഇൻഫന്റ് ക്യാൻ ഐഡന്റിഫൈ നമ്മൾ എപ്പോഴും കാണുന്ന ഒബ്ജക്ട്സ്, അമ്മേനെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. അൺഹാപ്പി ഓർ സെപ്പറേഷൻ കാണാതെ വരുമ്പോ ഒരു സെപ്പറേഷൻ ആൻസൈറ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. 4 to 5 months അവർ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രണ്ട്ലി സൗണ്ട്, ആംഗ്രി വോയിസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. 6 to 7 months കുട്ടി ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ 8 to 9 months imitate the speech gestures, simple acts of others. സ്പീച്ച് ജസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. 12 months ആകുമ്പോഴേക്കും ബേബി റിയാക്ട് ടു വാർണിംഗ്സ് ലൈക്ക് നോ നോ, നോ നോ വാർണിംഗ്സ് ഒക്കെ പറയാനായിട്ട് തുടങ്ങും കേട്ടോ. ഇത്രയുമാണ് സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ഇൻഫൻസി എന്ന് പറയുന്നതും ആ ടൈം പീരീഡും എന്താണ് ആ ഒരു ടൈം പീരീഡിൽ നടക്കുന്ന ഡെവലപ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാവോ? ഒന്ന് വായിച്ചു നോക്കി, ഇമ്പോർട്ടൻസ് കേട്ടോ.
എല്ലാരും വായിച്ചോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് കളർ ചെയ്തിടാം, ഹൈലൈറ്റ് ചെയ്തിടാം. നമ്മൾ പറയുന്നത് മാർക്ക് ചെയ്യാം. ഇൻഫ്ലുവൻസ് ആർ എങ്ങനെയാണ്, അതാ സെന്റൻസ് ഫുൾ ഇമ്പോർട്ടന്റ് ആയിട്ട്. ഇൻഫ്ലുവൻസ് ആർ നോട്ട് സോഷ്യലബിൾ. ഓക്കെ, അറൌണ്ട് ഏത് സ്റ്റേജിലാണ് കുട്ടികൾ ട്രൂ സോഷ്യൽ സ്മൈൽ അപ്പിയർ ആവുന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ബിഗിനിങ് ഓഫ് സോഷ്യലൈസേഷൻ എന്താണെന്ന് ചോദിക്കാം. അതും തന്നെയാണ് ട്രൂ സോഷ്യൽ സ്മൈൽ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായി. ട്രൂ സോഷ്യൽ സ്മൈൽ ഏത് പീരീഡിലാണ് കുട്ടികളിൽ അപ്പിയർ ആകുന്നത്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. മറ്റൊന്നാണ് എന്താണ് ബിഗിനിങ് ഓഫ് സോഷ്യലൈസേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? അതും എന്താണ് ട്രൂ സോഷ്യൽ സ്മൈൽ ആണ്. അങ്ങനെ രണ്ട് രീതിയിൽ അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം. 2 to 3 months ഇൻഫന്റ് ക്യാൻ ഐഡന്റിഫൈ റെക്കഗ്നൈസ് ഏത് ഏജ് മുതലാണ് കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്, അമ്മേനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം. ഫ്രണ്ട്ലി ആൻഡ് ആംഗ്രി വോയിസ് എപ്പോൾ മുതൽ പ്രൊഡ്യൂസ് ചെയ്യും? എന്നൊരു ക്വസ്റ്റ്യൻ വരും. സ്ട്രേഞ്ചേഴ്സിനെ ഫ്രണ്ട്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ടൈം പീരീഡ് എപ്പോഴാണ്? ബേബി ട്രൈ ടു ഇമിറ്റേറ്റ് സ്പീച്ച് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ടൈം പീരീഡ് ഏതാണ്? ബേബി ലൈക്ക് റിയാക്ട് ടു ദ വാർണിംഗ്സ് ലൈക്ക് നോനോ വാർണിംഗ്സ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് എപ്പോൾ മുതലാണ്? എന്ത് മനസ്സിലായി ഈ ഒരു സെഷനിൽ നിന്ന്? സെന്റൻസ് ബൈ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കും. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പറ്റും അല്ലെ? ഓക്കെ, ഒന്ന് മാർക്ക് ചെയ്യട്ടോ. മാർക്ക് ചെയ്ത എല്ലാവരും? മാം 5 മുതൽ 7 വരെയുള്ള കണ്ടില്ല. 5 മുതൽ കേട്ടോ. ഓക്കെ, പ്ലാൻ ചെയ്തല്ലോ, മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി മോറൽ ഡെവലപ്മെന്റ് ഇൻ പ്രീ സ്കൂൾ ഇയേഴ്സ്. കുട്ടികളിലെ പ്രീ സ്കൂൾ ഇയേഴ്സിൽ എന്തെല്ലാം മോറൽ ഡെവലപ്മെന്റ് ആണ്, ധാർമ്മിക വികാസങ്ങളാണ് നടക്കുന്നത് എന്നതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം റീഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുള്ളൂ. നോക്കാം നിങ്ങൾ കേട്ടോ. മോറൽ ഡെവലപ്മെന്റ് ഏത് ഇയർ മുതലാണ് ബിഗിൻ ചെയ്യുന്നത്? സെക്കൻഡ് ഇയർ ഓഫ് ദ ലൈഫ്. കുട്ടിയുടെ സെക്കൻഡ് ഇയർ ഓഫ് ലൈഫ് മുതൽ മോറൽ ഡെവലപ്മെന്റ് ചെയ്യുന്നത്. ചിൽഡ്രൻ ലേൺ മോറൽ ത്രൂ പാരന്റ്സ് ആൻഡ് കെയർ ഗിവേഴ്സ് ഇൻ ഡെയിലി ലൈഫ്. കുട്ടികൾ ഈ മോറൽസ് കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യുന്നത് പാരന്റ്സിൽ നിന്നും അല്ലെങ്കിൽ കെയർ ഗിവേഴ്സ്, മേ ബി ഗ്രാൻഡ് പാരന്റ്സിൽ നിന്നായിരിക്കും. 3 to 6 months, 6 years. Children learn family value, good behavior. 3 മുതൽ 6 വയസ്സ് മുതൽ കുട്ടികള് ഗുഡ് ബിഹേവിയർ എങ്ങനെയാണ്, ഫാമിലി വാല്യൂസ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ധാരണയാകും. The learn to share, their sharing habit തുടങ്ങും. Helping others and playing together peacefully. സമാധാനമായിട്ട് വഴക്കൊന്നും വിളിക്കാതെ എന്താണ് നല്ല രീതിയിൽ അവര് പ്ലേ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. They learn to be use polite words, control their impulse. Sorry, കുഴപ്പമില്ല, ശരിയായതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ മലയാള വേർഡ്സും കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യും. പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങും. By the end of preschool period, children gain important social understanding. So നമ്മുടെ ഒരു ഇമ്പോർട്ടന്റ് പീരീഡ് എന്താകുമ്പോഴേക്കും കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. At the age of 6, നമുക്ക് ഒരു 6 വയസ്സാവുമ്പോൾ നമുക്ക് കുട്ടി ഫുള്ളി സിവിലൈസ്ഡ് ആണ്, ഫുള്ളി മെച്ചുവേർഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. But they develop self-control,
കൺസിഡറേഷൻ ഫോർ അതേഴ്സ്, അവർക്ക് സ്വയം കൺട്രോൾ ചെയ്യാനും മറ്റുള്ളവരെ പരിഗണിക്കാനും തുടങ്ങും. ഗുഡ് മോറൽ ഡെവലപ്മെന്റ് is seen in children. കുട്ടികളിലെ മോറൽ ഡെവലപ്മെന്റ് കാണാൻ സാധിക്കും. Who have safe, secure attachment with parents. കുട്ടികള് സ്നേഹവും കെയറും ലവും അറ്റാച്ച്മെന്റ് ഒക്കെ കിട്ടി വളർന്നു വരുന്ന കുട്ടികളില് നല്ലൊരു എന്താ പറയാ, നല്ലൊരു മോറൽ ഡെവലപ്മെന്റ് നല്ല രീതിയിലായിരിക്കും. Warm and loving parent helps the children develop good behavior. കുട്ടികളിൽ നല്ല ബിഹേവിയർ വരാൻ വേണ്ടിയിട്ട് നല്ല സ്നേഹമുള്ള ലവിങ് ആൻഡ് കെയറിംഗ് ആയിട്ടുള്ള പാരന്റ്സ് ആണ് വേണ്ടത്. എഫക്റ്റീവ് പാരന്റ്, എന്താണ് എഫക്റ്റീവ് പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ സെറ്റ് ക്ലിയർ ആൻഡ് കൺസിസ്റ്റന്റ് റൂൾസ്. നമ്മള് കുട്ടികൾക്ക് ഒരു ക്ലിയറും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റൂൾസ് വെക്കണം. എന്ന് വെച്ചാൽ നമുക്ക് അവർക്ക് ഫ്രീഡം കൊടുക്കണം വിത്തിൻ ദ ലിമിറ്റ്സ്. നമ്മൾ പറയുന്നേ നമ്മൾ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കണം, ഒരുപാട് സ്ട്രിക്റ്റ് ആവാൻ പാടില്ല, ഫ്രീഡം കൊടുക്കണം, വിത്തിൻ ദ ലിമിറ്റ് ആവണം. ഹാവ് റീസണബിൾ എക്സ്പെക്ടേഷൻ, നമുക്ക് കുട്ടികളിൽ നിന്നൊരു റീസണബിൾ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. സ്പെൻഡ് ടൈം വിത്ത് ദർ ചിൽഡ്രൻ, കുട്ടികളായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം. എക്സ്പ്ലെയിൻ ഹൗ എ ചൈൽഡ് ബിഹേവിയർ എഫക്ട്സ് അതേഴ്സ്, കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് എന്നത് മനസ്സിലാക്കാം. ടീച്ച് ചിൽഡ്രൻ വാട്ട് ദേ ഷുഡ് ഡു, കുട്ടികളൊന്ന് പറഞ്ഞു കൊടുക്കാം എങ്ങനെ അത് ചെയ്യണം. നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യണം അതങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലും നല്ലതായിരിക്കും നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ ആക്ടിവിറ്റിയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ അത് കാണിച്ചു കൊടുക്കും. അല്ലെ ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അത് റോൾ മോഡലാണ് അല്ലെ. അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കോമൺലി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് അല്ലെ. കുട്ടികളോട് നോ ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതിന് പകരം അതെങ്ങനെ ചെയ്യണം എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മളുടെ പ്രവൃത്തിയിലൂടെ അത് കാണിച്ചു കൊടുക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഡേ എന്ന് വെച്ചാല് നാളെ എന്റെ ക്ലാസ് തന്നെ ആയിരിക്കും കേട്ടോ. വായിച്ചത് ടെക്സ്റ്റിലുള്ള പാരഗ്രാഫ് ആണോ? ഞാനിപ്പോ വായിച്ച പാരഗ്രാഫ് വായിച്ചില്ല, ജസ്റ്റ് ഞാൻ പോയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് പറഞ്ഞോളൂടാ. ശരി, ടെക്സ്റ്റിൽ നോക്കിയിട്ട് പെട്ടെന്ന് നോട്ട് ചെയ്ത് പറഞ്ഞോളൂ. എനിക്കറിയാമായിരുന്നു പാരഗ്രാഫ് ഒരുമിച്ചെടുക്കേണ്ടതാണ്, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് ടൈം തികയില്ല. അപ്പൊ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് സമപ്പ് ചെയ്തേട്ടാ. ഓക്കെ, അപ്പോ താങ്ക് യു. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാൻ പറയാം. പറഞ്ഞോടാ. ഇന്ന് ഷൂ ലേസും ബട്ടൺ ഫ്രെയിമും സബ്മിറ്റ് ചെയ്ത എല്ലാവരും വളരെ മനോഹരമായിരുന്നു. അതുപോലെ ഇന്ന് ക്ലാസ് നമുക്ക് മുഴുവൻ എടുക്കാൻ പറ്റിയില്ല, കുറച്ച് ക്ലാസ് എടുത്തതുള്ളൂ. അതിന് വളരെ നന്ദി. അതുപോലെ ഈ ക്ലാസ്സിൽ നല്ല റിലാക്സായി മാമിന് ക്ലാസ് എടുക്കാൻ നമ്മൾ ആ ഒരു ഇതിൽ കേട്ട് നിന്ന എല്ലാവർക്കും താങ്ക് യു. വീണ്ടും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു മാം.